പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ നടക്കുന്ന സംഘർഷം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഇന്ന് താലിബാൻസിന്റെ തലസ്ഥാനമായ കാബൂളിൽ 9-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേന അവരുടെ എയർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായി പാകിസ്ഥാൻ സൈന്യം അവരുടെ ട്വിറ്റർ പേജിൽ ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഇതിന് പിന്നിൽ അവരുടെ അലൈസ് ഉണ്ട്. അവർ താലിബാൻസിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അവർക്ക് ഞങ്ങൾ നൽകുന്ന ഒരു മെസ്സേജ്, താലിബാൻസ് ആയിക്കോട്ടെ, താലിബാൻസിന് പിന്നിൽ നിൽക്കുന്ന അലൈസ് ആയിക്കോട്ടെ, അവർക്കും ഞങ്ങൾ ഇതേ റെസ്പോൺസ് തന്നെ നൽകും. ഇങ്ങനെ ഇൻഡയറക്റ്റായി ഇന്ത്യയെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ക്ലാഷിൽ ആരംഭിച്ചത് ഒരു തരത്തിൽ ഇൻഡയറക്റ്റായി ഇന്ത്യൻ ബോർഡർ വരെയും റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ താലിബാൻസും വെറുതെ ഇരുന്നില്ല. പാകിസ്ഥാൻ സൈനികരെ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. അവരുടെ മോറൽ തകർക്കുന്ന രീതിയിൽ ഒരുപാടിടങ്ങളിൽ അവരെ അർത്ഥനഗ്നരാക്കി റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. താലിബാൻസിനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നം വളരെ സീരിയസ് ആയ ഒരു എസ്കലേഷനായി മാറിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് ഒരു 6 ദിവസത്തെ വിസിറ്റിന് വന്നിരുന്നു. അദ്ദേഹം വന്ന സമയം മോശമായതുകൊണ്ടാണോ എന്നറിയില്ല. ദുരന്ത് ലൈനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ക്ലാഷ് വളരെ ഉയരാൻ തുടങ്ങി, പ്രധാനമായും ഖൈബർ പഖ്തൂൺഖ്വ റീജിയണിൽ. ഇങ്ങനെ നടക്കുന്ന ഈ പ്രശ്നത്തിൽ തുടക്കത്തിൽ താലിബാൻസ് പാകിസ്ഥാനെ ഡോമിനേറ്റ് ചെയ്തു. അതായത് താലിബാൻസിന്റെ മുന്നിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. 100-ലധികം സൈനികരെ പാകിസ്ഥാൻ നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ലോകം മുഴുവനും വാർത്തകൾ പ്രൊജക്റ്റ് ആകാൻ തുടങ്ങി. അതും സത്യം തന്നെയാണ്. എന്നാൽ ഇത് പാകിസ്ഥാന്റെ ഈഗോയെ ടച്ച് ചെയ്തു. ഇപ്പൊ പാകിസ്ഥാന് അമേരിക്ക നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. താലിബാൻസിനും പാകിസ്ഥാനും ഇടയിലല്ലേ പ്രശ്നം? ഇതിൽ അമേരിക്ക എവിടെ നിന്നാണ് വന്നത്? എന്തിനാണ് ആവശ്യമില്ലാതെ അമേരിക്കയെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ആവശ്യമില്ലാതെ അല്ല, ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇടയിൽ നടക്കുന്ന ഈ സ്ട്രൈക്സിൽ ഇതിനുള്ളിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് അത്ര വലുതാണ്. ലളിതമായ ഇൻസിഡന്റിലൂടെ അത് വ്യക്തമാക്കാം. ഇന്നലെ രാത്രി ഒരു 11-12 മണിയോളം കാബൂൾ കഴിഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഒരു ഡ്രോൺ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഈ ഡ്രോണിന്റെ ഡയറക്ഷൻ എന്നത് കാബൂളിൽ നിന്നും പടിഞ്ഞാറ് ദിശയെ നോക്കി പോകുന്നു. ഇറാന്റെ അതിർത്തി വരെയും ഈ ഡ്രോണിനെ സൈറ്റ് ചെയ്തു. താലിബാൻസിന്റെ പക്കൽ ഇത്തരമൊരു ഡ്രോണേ ഇല്ല. അതിന്റെ വിഷ്വൽ ഫുട്ടേജ്, ഫ്ലൈറ്റ് പാത്ത് എല്ലാം വെച്ച് നോക്കുമ്പോൾ MQ-9 റീപ്പർ ഡ്രോൺ പാകിസ്ഥാൻ ബേസിൽ നിന്നും അമേരിക്ക ആക്സസ് ചെയ്ത് ഇറാനോട് ചേർന്നുള്ള അതിർത്തിയിൽ പറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ, താലിബാൻസുമായി ഒരു പ്രശ്നം ഉണ്ടാക്കുകയും താലിബാൻസിന്റെ എയർ സ്പേസിനെ അമേരിക്ക അവർക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഈ ഡ്രോൺ ആക്ടിവിറ്റി ഇറാനും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവരുടെ മാൻപാഡ് സിസ്റ്റം, ആകാശത്തിലുള്ള ടാർഗറ്റ്സിനെ നശിപ്പിക്കുന്ന അവരുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, ഇവയെല്ലാം അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഈ ഒരു ക്ലാഷ് അമേരിക്കയ്ക്ക് ഒരു നേട്ടമായി തന്നെ മാറുന്നുണ്ട്. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനെ നിരീക്ഷിക്കാം, മറുവശത്ത് ഇവരുടെ ജന്മശത്രുവായ ഇറാനെയും നിരീക്ഷിക്കാം. അടുത്ത് സംഭവിച്ചിരിക്കുന്നത്, താലിബാൻസിനെതിരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മിനിമം 7 മുതൽ 9 ഇടങ്ങളിൽ സ്ട്രൈക്ക് ചെയ്തതായി ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇത് പാകിസ്ഥാൻ സൈന്യം ഒഫീഷ്യലി റിലീസ് ചെയ്തതാണ്. അവർ നൽകിയ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇവിടെ അവർ അലൈസ് എന്നൊരു വാക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വെച്ചൊരു കാര്യം പറഞ്ഞു, ഇന്ത്യയും ഞങ്ങളും എപ്പോഴും സൗഹൃദ രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൗഹൃദം ഒരു സൗഹൃദം എന്നതിനപ്പുറം മറ്റൊരു ബന്ധമായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം സഹായമാണോ ആവശ്യം വരുന്നത്, പ്രധാനമായും എർത്ത്ക്വേക്ക് വന്നപ്പോഴായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഈ സുരക്ഷ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്തപ്പോഴായാലും ഞങ്ങൾക്ക് ആദ്യം വന്ന് നിന്നത് ഇന്ത്യയായിരുന്നു. അപ്പോൾ സൗഹൃദം എന്നതിനപ്പുറം ഈ 2 രാജ്യങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടാകുന്നു എന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പുറത്തുവിട്ടു. സത്യത്തിൽ ഈ അലൈസ് എന്നവർ പറഞ്ഞത് നമ്മളെ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് സഹായം ചെയ്യുന്നത്? നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം വരുന്നത്. ഇങ്ങനെ നമ്മളെ നോക്കി ഡയറക്റ്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് സിമ്പിളായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ പ്രശ്നം, അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊള്ളുക. നിങ്ങളിപ്പോൾ എയർ സ്ട്രൈക്ക് ഒക്കെ ചെയ്യുന്നു. താലിബാൻസിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. താലിബാൻസിന്റെ പക്കൽ എയർഫോഴ്സ് ഉണ്ടോ? അവരുടെ പക്കലുള്ള വെപ്പൺ സിസ്റ്റം എന്താണ്? എല്ലാം നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. കാരണം അവരെ വളർത്തി വിട്ടത് നിങ്ങളാണ്. അവർ വളർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും നിങ്ങളാണ്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ ശക്തമായ ഒരു രാജ്യവുമായി എതിർക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. ഇന്ത്യയുമായി ഒരു ക്ലാഷ് വന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു പവർഫുൾ രാജ്യവുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശരി. പക്ഷെ നിങ്ങൾ ആക്രമിച്ചത് താലിബാൻസിനെയാണ്. അതും താലിബാൻസിന്റെ ബേസ് ഒന്നും ഇതിൽ ആക്രമിച്ചിട്ടില്ല.
കാബൂളിൽ 4-5 ഇടങ്ങളിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അതൊരു വലിയ വിജയം എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? എന്നാൽ പാകിസ്ഥാൻ അവിടെ ഒരു കാര്യം മറക്കുകയാണ്. അസീം മുനീറിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ താലിബാൻസിന്റെ പക്കൽ നിന്നും കൂടുതലായും വരുന്നുണ്ട്. ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി, ഇവർ പാകിസ്ഥാന് ബലൂചിസ്ഥാനിൽ വെച്ച് തന്നെ ആക്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒറ്റ ദിവസത്തിൽ മാത്രം 3 ഇടങ്ങളിൽ IED ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ബേസസിൽ നിന്നും സൈനികർ പുറത്തു വരുന്ന സമയത്ത് അവരെ നോക്കി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. ISI, ഇവർ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ്. പറഞ്ഞു വന്നാൽ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയാം. പക്ഷെ ഇന്ത്യ എന്നൊരു കാര്യം വരുമ്പോൾ മാത്രം നന്നായി പ്രവർത്തിക്കുന്ന ഇവർ, ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മണത്തറിയുന്ന ഇവർ, സ്വന്തം രാജ്യത്തിനുള്ളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ഇവരെ കൊണ്ട് ഗസ് ചെയ്യാൻ കഴിയുന്നില്ലേ? ഒരു ദിവസത്തിൽ 3 IED ബ്ലാസ്റ്റ്, അതും റെഗുലറായി സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രശ്നം സംഭവിക്കുകയാണ്, അവിടെ എപ്പോഴെങ്കിലും ഒരു തവണ ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചാൽ തന്നെ അതിനെ ഇന്റൽ ഫെയിലിയർ ആണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ദിവസവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? താലിബാൻസിനെ ആക്രമിച്ചു, അതും empty സ്ഥലങ്ങളിൽ ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിനെ ഒരു വലിയ വിജയമായി നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല, അപമാനം കൊള്ളേണ്ട കാര്യമാണ്. നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് ഏതൊരു എയർബേസും ഇല്ലാത്ത സ്ഥലത്താണ്. 9 ഇടങ്ങൾ തന്നെ എടുക്കാം. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ മിനിമം 15-16 പേരോളം മരിച്ചിട്ടുണ്ട് എന്ന് പ്രിലിമിനറി റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഒഫീഷ്യലി ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴാണ്, വൈകുന്നേരമാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് സംഭവിച്ചത്. കൂടാതെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ താലിബാൻസിനെതിരെ ഇവരുടെ ഫുൾ ഫോഴ്സ് ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഫുൾ ഫോഴ്സ് ഇവർ യൂസ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. അതിന് ഒരു മറുപടി താലിബാൻസ് നൽകുമല്ലോ. അങ്ങനെ നൽകിയിട്ടുമുണ്ട്. നിങ്ങൾ എയർ സ്ട്രൈക്ക് ചെയ്യുക, നിങ്ങളുടെ പക്കൽ ഫോഴ്സ് ഉണ്ട്, എനിക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ഞാൻ നിന്നെ ആക്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് താങ്ങാനാകില്ല. നീ എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം തന്നെ നീ തല കുനിയേണ്ടി വരും. ഇതുവരെയും കേട്ടതിൽ പരസ്പരം ആക്രമിക്കുന്നു, നോർമൽ ഒരു പ്രശ്നം പോലെ തോന്നാം. പക്ഷേ ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബാച്ചസ് ഉണ്ടാകുമല്ലോ, അതെല്ലാം അവരെ കൊണ്ട് തന്നെ വലിച്ചു കീറുന്നു. പിന്നീട് സറണ്ടർ ആകുന്ന ഈ സൈനികരെയെല്ലാം അർദ്ധനഗ്നരാക്കി നടത്തിക്കൊണ്ടുപോകുന്ന വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ റിലീസ് ചെയ്യുന്നു. ഇതെല്ലാം പാകിസ്ഥാന്റെ അലൈസ് എന്ന സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമാണ്. സത്യത്തിൽ ഈ ഒരു പോസ്റ്റ് ഇന്നലെ രാത്രിയായിരുന്നു നൽകിയത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയും തുടർച്ചയായി 11 തവണ ഇവർ ഈ വീഡിയോസ് റിലീസ് ചെയ്തു. താലിബാൻസ് തന്നെ ഒഫീഷ്യലി അത് റിലീസ് ചെയ്തു. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. താലിബാൻസ് പിന്നിലേക്ക് പോകില്ല, അവർ പിന്നിലേക്ക് പോവുകയുമില്ല. ഇനി പാകിസ്ഥാൻ താലിബാൻസിനെ ആക്രമിച്ചതിന്റെ ഒരു പ്രതിഫലനം പാകിസ്ഥാനിൽ സംഭവിക്കും. നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യോമസേനയെ അയച്ച് അഫ്ഗാനിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്യും. അവരുടെ പക്കൽ ഇതിനെ തടയാനുള്ള ഡിഫൻസ് സിസ്റ്റം ഒന്നും കൂടുതലായും ഇല്ല. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ പോലും സ്കഡ് മിസൈൽ സിസ്റ്റം, MLR സിസ്റ്റമാണ്. സോവിയറ്റ് കാലഘട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന സർക്കാർ നൽകിയതാണ്. അത് ഇപ്പോൾ കൊണ്ടുവന്ന് ഫയർ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ബേസിലെ ഒരു 2-3 ഇടങ്ങളിൽ ഇത് കാണാൻ നാശം സംഭവിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം മിനിമൽ വെപ്പൺസ് മാത്രം വെച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിച്ചാൽ അവരുടെ അടി എത്രത്തോളം ഉണ്ടാകും? ആ ബോർഡർ വിട്ട് നിങ്ങളെ പിന്നിലേക്ക് തുരത്തി ഓടിക്കും. അപ്പോൾ താലിബാൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു തീപ്പൊരിയാണ് അവർക്ക് നൽകിയത്. അവരുടെ കാബൂളിനെ വീണ്ടും ആക്രമിച്ച് ഒരു വലിയ മറുപടി അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ നൽകി. എന്നാൽ അവർ തിരിച്ചു നൽകാൻ പോകുന്ന റിപ്ലൈ വാങ്ങാനും നിങ്ങൾ തയ്യാറാകണം. ഒരേ ഒരു എയർ സ്ട്രൈക്ക് ചെയ്തതിന് പോലും അകത്തേക്ക് കടന്ന് 100 കണക്കിന് പാകിസ്ഥാൻ സൈനികരെ അവർ കൊന്നിട്ടുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ തന്നെ 23 വ്യക്തികൾ മരിച്ചുവെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. 18 ഔട്ട് പോസ്റ്റിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. നിങ്ങളെ കൊണ്ട് എത്ര തിരിച്ചു പിടിക്കാൻ സാധിച്ചു? ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്താണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട മലനിരകളുണ്ട്. ഒന്ന് സിഖാര, മറ്റൊന്ന് സോറൻ മല. ഇവ രണ്ടിന്റെയും താഴെയാണ് പാകിസ്ഥാന്റെ അതിർത്തി ഉള്ളത്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്നത് മലയ്ക്ക് മുകളിലാണുള്ളത്. അപ്പോൾ ഈ അതിർത്തിയിലുള്ള ഔട്ട് പോസ്റ്റിനെ മല മുകളിൽ കയറി ചെന്ന് പിടിച്ചെടുക്കുക എന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരേ ഒരു തോക്കുണ്ടെങ്കിൽ മതി, മുകളിലേക്ക് കയറി വരുന്ന സൈനികരെ ഇവരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല ഇവിടെ എയർഫോഴ്സിനെ കൊണ്ട് വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാനും കഴിയില്ല. ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അഫ്ഗാനിസ്ഥാൻ താലിബാൻസിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നപ്പോൾ അപ്പോഴത്തെ സർക്കാരിലുണ്ടായിരുന്ന വ്യക്തികൾ പങ്ഷീർ എന്ന മലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാലി പ്രദേശം, ഒരു സമനില പ്രദേശം, അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു. അത് അത്ര പെട്ടെന്ന് താലിബാൻസിനെ കൊണ്ട് റീക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മല മുകളിലുള്ള സൈനികർക്ക് എപ്പോഴും ഒരു നേട്ടമുണ്ടാകും, അവരത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നേട്ടം ദുരന്ത് ലൈനിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പാകിസ്ഥാന് മുന്നേറാൻ പോലും അവിടെ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യോമസേനയെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്.
അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കുക, അഫ്ഗാനിസ്ഥാന്റെ പക്കൽ മാൻ പാഡ് സിസ്റ്റം ഉണ്ട്. അത് വെച്ച് നിങ്ങളുടെ ഒരു ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ അതിനേക്കാൾ അപമാനം മറ്റൊന്നും കാണില്ല. കാരണം ഇതെല്ലാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അടുത്തിടെ സംഭവിച്ചിട്ടുണ്ട്. റഷ്യയുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്സിനെ വെറും ഒരു മാൻ പാഡ് ഉപയോഗിച്ച് ഉക്രൈൻ ഡൗൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യൻ ന്യൂസ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പോലും അത് നിങ്ങൾ പുറത്ത് പറയില്ലല്ലോ, പറയുകയുമില്ല. ഇതിനുശേഷം അവർക്ക് ചിന്തിക്കാൻ പോലും ഇനി സമയം കിട്ടില്ല. ഒരു തവണ കാബൂളിനെ തൊട്ടതിന് പോലും മറുപടി വലിയ രീതിയിൽ നൽകി. മാത്രവുമല്ല, ഇവർക്കുള്ളിൽ നടക്കുന്ന ഈ പ്രശ്നത്തിൽ ആവശ്യമില്ലാതെ മറ്റ് രാജ്യങ്ങളെയും വലിച്ചിഴക്കുന്നുണ്ട്, അലൈസ് എന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. ലളിതമായി തന്നെ ചോദിക്കാം, ഇപ്പൊ പാകിസ്ഥാൻ ചെയ്യുന്ന തീവ്രവാദം, കാശ്മീരിൽ അവർ ചെയ്യുന്ന തീവ്രവാദത്തിന് ഇന്ത്യയുടെ പക്കൽ തെളിവുണ്ട്. നിങ്ങൾക്കിടയിലുള്ള എത്ര പേർ ഇവിടെ ഓപ്പറേറ്റ് ആകുന്നുണ്ട്? എത്ര പേർക്ക് നിങ്ങളുടെ സൈന്യവുമായി ബന്ധമുണ്ട്? എത്ര പേർക്ക് നിങ്ങൾ അഭയം നൽകുന്നുണ്ട്? എത്ര പേർക്ക് നിങ്ങൾ സംരക്ഷണവും ട്രെയിനിങ് ക്യാമ്പുകളും നൽകുന്നുണ്ട്? ഈ വിവരങ്ങളെല്ലാം കൃത്യമായി നമ്മുടെ പക്കലുണ്ട്. എന്നാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നു, ആയുധ സഹായം നൽകുന്നു എന്നുള്ളതിന് ഒരേ ഒരു തെളിവെങ്കിലും ISIയുടെ പക്കലുണ്ടോ? ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അത് പുറത്ത് പറഞ്ഞ് വലിയൊരു പ്രശ്നമാക്കുമായിരുന്നു. അവരുടെ ക്ലോസസ്റ്റ് സപ്പോർട്ടറായ അമേരിക്കയോട് പറഞ്ഞ് ഇതിനൊരു വലിയ പ്രശ്നമാക്കി മാറ്റുമായിരുന്നു. അവർ ചെയ്തില്ല. കാരണം അവരുടെ പക്കൽ തെളിവുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് അവിടെയുള്ള നിങ്ങളുടെ രാജ്യത്തിനുള്ളിലെ വംശീയ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്ന നിങ്ങളുടെ തീരുമാനം കാരണമാണ് ഇത്ര വലിയ തിരിച്ചടി നിങ്ങൾ നേരിടുന്നത്. പഷ്തൂൺ വംശജരെ ആക്രമിച്ചു. 2 വശത്തുള്ളതും അതേ ജനങ്ങളാണ്. ഇതിനുശേഷം അവർ പാകിസ്ഥാനുള്ളിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. താലിബാൻസ് എന്തായാലും വലിയ പ്രതികരണം തന്നെ നൽകും. നിങ്ങളുടെ ആക്രമണത്തിനനുസരിച്ച് അവരുടെ പ്രത്യാക്രമണത്തിന്റെ വീര്യം കൂടുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.